ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ എൻ്റെ ഒരു ഡേ മൈ ലൈഫ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ ഈ ഒരു ദിവസം തന്നെ ഓണം സ്പെഷ്യലായിട്ടുള്ളൊരു പാലട പായസത്തിൻ്റെ റെസിപ്പിയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ച് വീഡിയോ എടുത്തിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഉണ്ടാക്കിയത് മിക്സിൻ്റെ ഒരു പ്രോബ്ലം കൊണ്ട് ഇത് ഫ്ലോപ്പായി പോയിട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ രാവിലെ 8 മണിയൊക്കെ ആയപ്പോഴാണ്. മോന് നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ മോള് നല്ല ഉറക്കം തന്നെയാണ് കേട്ടോ. ഇന്ന് രാവിലെ തന്നെ നല്ല വെയിലായിരുന്നു. മുറ്റത്തേക്കൊന്ന് നോക്കുക തന്നെ ചെയ്തു കേട്ടോ. മോന് ഇതാ മുറ്റത്ത് അവിടെ പശുവിനെ കെട്ടിയിട്ടുണ്ട് അപ്പുറത്തെ കണ്ടത്തിൽ. അപ്പോൾ അത് നോക്കി ഞാൻ ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു മോളിൽ നിൽക്കുമ്പോഴേക്ക് അവനെ വേഗം കുളിപ്പിച്ച് ഫ്രഷ് ആക്കാമെന്ന്. ഇന്ന് രാവിലെ തന്നെ ബബുലു എഴുന്നേറ്റപ്പം മുതലേ നല്ല ഉടക്കിലാണ് കേട്ടോ എന്നോട്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഉടക്കം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. പിന്നെ ഞാൻ വേഗം അവനെ കുളിപ്പിക്കാനൊക്കെ നോക്കുകയാണ്. അവനെ വേഗം വിളിച്ച് കുളിമുറിയിലേക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവന് എന്താണോ പറയുന്നത് അത് ഉണ്ടാക്കി കൊടുക്കണം രാവിലെ സ്കൂളിൽ പോകുമ്പോൾ. അല്ലാണ്ട് അങ്ങനത്തെ വാശിയൊന്നുള്ള ആളൊന്നുമല്ല. അങ്ങനെ ഇന്ന് ഓന് നൂൽപ്പിട്ടു, അതുപോലെ തേങ്ങാപ്പാൽ പഞ്ചസാരയിൽ ഇതാക്കി മതി എന്ന് പറഞ്ഞ് അങ്ങനെ വേഗം തന്നെ അവൻ്റെ ടിഫിൻ ബോക്സും സ്നാക്സ് ബോക്സും ഒക്കെ റെഡിയാക്കി വെച്ച് അവൻ്റെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് പിന്നെ വണ്ടി വരാനൊക്കെ ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ കുറച്ച് നേരത്തെ ഇന്ന് ഇറങ്ങിയത്. അത് ചെന്നോ കുറച്ച് ഉടക്കിലാണ് എന്നോട്, ഭയങ്കര കരച്ചിലാണ്. കുറേ നേരം അവനെ അവിടെ ഇട്ടിങ്ങനെ സ്വീപ്പാക്കുകയൊക്കെ ചെയ്തു. പിന്നെ എന്തോ ഒരു മുട്ടായിക്ക് വേണ്ടിയിട്ടാണ് തുടങ്ങിയത്. അങ്ങനെ അത് ഞാൻ വാങ്ങിക്കൊടുത്തില്ല എന്നും പറഞ്ഞു. ഞാൻ രാവിലെ തന്നെ എനിക്ക് പീടികയിൽ പോകാനുള്ള മടിയോണ്ട് തന്നെ ഞാൻ അത് മൈൻഡ് വെച്ചില്ല. അങ്ങനെ കുറേ നേരം അവിടെ കിടന്ന് കരയുകയും ചെയ്തു. ഒരു ദിവസം വാങ്ങിക്കൊടുത്താൽ പിന്നെ പിറ്റേന്നും രാവിലെ കിട്ടേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഞാൻ വാങ്ങിക്കൊടുക്കാനൊന്നും നിന്നില്ല. അതിന് വേണ്ടിയിട്ട് കുറേ നേരം അവിടെ നിന്ന് ഇങ്ങനെ കരഞ്ഞ് പിന്നെ ലാസ്റ്റ് വീട്ടിലേക്ക് ഒറ്റ ഓട്ടായിട്ട് കൊടുത്ത്. പിന്നെ വീട്ടിൽ നിന്ന് ഞാനും ഉമ്മയും കൂടി അവനെ പിടിച്ച് ഞാൻ എന്തൊക്കെയൊക്കെ പറഞ്ഞ് ഞാൻ വണ്ടി കയറ്റി വിട്ട്. അതുവരെ ഫുൾ കരച്ചിൽ തന്നെയായിരുന്നു. ഇത് തോനെ ദിവസം ഉണ്ടാവുന്നതാണ് കേട്ടോ. ആഴ്ചയിൽ 2 ദിവസമൊക്കെ കരയാണ്ട് സ്കൂളിൽ പോകുന്ന ദിവസം ഉണ്ടായുള്ളൂ. ബാക്കി ഫുൾ കരഞ്ഞിങ്ങനെ തന്നെയാണ്. പോലെ എന്തെങ്കിലുമായിട്ട് കാരണം കണ്ടെത്തും. പോകാൻ വലിയ ഇഷ്ടമല്ല സ്കൂളിലേക്ക്, അതുകൊണ്ട് എന്തെങ്കിലും കാരണം കണ്ടെത്തും. പിന്നെ അവനെ സ്കൂളിലേക്കൊക്കെ ആക്കി നല്ല ക്ഷീണമുണ്ടായിരുന്നു കേട്ടോ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ. പിന്നെ ഉമ്മ ഇവിടെ മീൻ പുരട്ടി വെച്ചിരുന്നു. അപ്പോൾ അത് ഞാൻ വേഗം എടുത്ത് പൊരിക്കുന്നുണ്ട്. ചായ ഒന്നും കുടിച്ചില്ല, ഞാനും ഉമ്മയൊന്നും ചായ കുടിച്ചില്ല. അവനെ പറഞ്ഞയച്ചിട്ട് കുടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇരുന്നതായിരുന്നു. പിന്നെ എനിക്കിന്ന് കോഫി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഞാൻ അങ്ങനെ തോനെ രാവിലെ കോഫി ഒന്നും കുടിക്കുകയല്ല, രാവിലെ ഒന്നും. വൈകുന്നേരമാണ് എനിക്ക് മെയിനായിട്ട് കോഫി വേണ്ടിയത്. അപ്പം ഞാനിന്ന് വിചാരിച്ച് കോഫി കുടിക്കാമെന്ന്. പെട്ടെന്ന് എനിക്ക് കോഫി കുടിക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ കോഫി ആക്കി. ഉമ്മ ചായനാട്ടോ കുടിക്കുക. ഉമ്മ അങ്ങനെ കോഫിനോട് അത്ര താല്പര്യമുള്ള ആളല്ല. അങ്ങനെ അതാ കോഫിയൊക്കെ ഇവിടെ റെഡിയാക്കി. നല്ല വിശപ്പുണ്ട് കേട്ടോ. പിന്നെ അവൻ പോയിട്ട് നല്ലോണം ചായ കുടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ലേറ്റ് ആയതാണ്. അതിൻ്റെ ഇടയ്ക്കൊരു വെള്ളം പോലും കുടിച്ചില്ല. അവനെ പറഞ്ഞയക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഇരുന്ന്. അങ്ങനെ ഞാനിത് അവിടെ രാവിലെ തന്നെ അവന് നൂൽപ്പിട്ടാണ് വേണ്ടത്. എനിക്ക് ആദ്യമൊക്കെ നൂൽപ്പിട്ട് നല്ല ഇഷ്ടമായിരുന്നു. ഇപ്പം എനിക്ക് നൂൽപ്പിട്ടിനോട് അത്ര വലിയ താല്പര്യമില്ല. അതുകൊണ്ട് പത്തിരി ഉണ്ടാക്കിയിരുന്നു. അതിൻ്റെ കൂടെ ചെറുപയർ കറിയുണ്ട്. പിന്നെ ഈ മീനിൻ്റെ പേര് എനിക്ക് അറിയാമായിരുന്നു, പെട്ടെന്ന് മറന്നുപോയി. അത് തേങ്ങ അരച്ച് വെക്കുകയും ചെയ്തു. പിന്നെ കോരയുണ്ടായിരുന്നു, കോര പൊരിക്കുകയും ചെയ്ത്. അപ്പം ഞാൻ കോര പൊരിച്ചതും എടുത്ത് നല്ല തേങ്ങ അരച്ച കറിയുണ്ട് അതും കൂട്ടി കഴിച്ച്. എനിക്ക് ഒട്ടും ഇങ്ങനെ കാത്തുക്കാനൊന്നും സമയമല്ല. അങ്ങനെ ഞാൻ വേഗം ഫുഡൊക്കെ കഴിച്ച്. പിന്നെ ഞാൻ മോൾക്ക് രാവിലെ മുത്താറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ചില ദിവസം കഞ്ഞി വെക്കും, അല്ലെങ്കിൽ പഴം പുഴുങ്ങി കൊടുക്കും. ഇപ്പം അവൾക്ക് 2 ദിവസം മുമ്പായിട്ട് പനി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൾക്കൊന്നും തന്നെ വേണ്ട. എന്നപ്പോൾ ഞാൻ വിചാരിച്ച് പിന്നെ മുത്താറുണ്ടാക്കി കൊടുത്തു നോക്കാമെന്ന്. മധുരം ഒന്നും പറ്റുന്നില്ല, കഞ്ഞി വെച്ചാൽ കുടിക്കുകയാണ്. പിന്നെ 2-3 ദിവസം കഞ്ഞി തന്നെ കൊടുത്തപ്പോൾ ഞാൻ മുത്താറുണ്ടാക്കി നോക്കട്ടെ, കുടിച്ചാലോ എന്ന് വിചാരിച്ച് മുത്താറുണ്ടാക്കി കൊടുക്കുകയാണ്. മോൾക്കങ്ങനെ മധുരത്തോടൊന്നും അത്ര വലിയ താല്പര്യമല്ല. മോനതിന് വേണ്ടിയിട്ട് മധുരം തന്നെയാണ് വേണ്ടിയതും. പിന്നെ ഞാൻ വേഗം തന്നെ മുത്താരൊക്കെ ഉണ്ടാക്കി മൂക്ക് കൊടുത്ത് ഒരു 4-5 സ്പൂണൊക്കെ കഴിച്ചിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ കഴിക്കും. പിന്നെ ഞാൻ നേരത്തെ കോഫി ബാക്കി ഉണ്ടായിരുന്നു, അപ്പം കുറേയൊക്കെ ചൂടന്വേഷിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ബാക്കിയും കൂടി കുടിക്കാമെന്ന് വിചാരിച്ച് ഞാനിതൊക്കെ കുടിച്ച് വരുമ്പോഴേക്കും മോൾക്ക് ഇനിയും നേരം വൈകിയല്ലോ. പിന്നെ ഞാൻ വീഡിയോ എടുത്തത് മോന് സ്കൂളിട്ട് വരുന്ന ആ ടൈമിലാട്ടോ ഞാൻ വീഡിയോ എടുത്തത്. ഞാൻ അവനെ വെയിറ്റ് ചെയ്യാൻ. മോന് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഞാൻ മുട്ടായിയൊക്കെ വാങ്ങി വെച്ചിരുന്നു. ഇനി വരെയും കച്ചറ കൂടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച്. അങ്ങനെ പിന്നെ അവന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എന്നുള്ള വീഡിയോ ഞാൻ എടുത്തില്ല. മുട്ടായി കൈക്ക് കിട്ടിയപ്പം ആൾ നല്ല ഹാപ്പിയാണ് കേട്ടോ. എന്നോട് കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്ത്.
പിന്നെ നല്ല ക്ഷീണിച്ചാണ് വരിക. കൊണ്ടുവന്ന ഫുഡൊക്കെ ചില ദിവസം ഫുള്ളായിട്ട് കഴിക്കും, ചില ദിവസം തിരെ കഴിക്കാണ്ട് അങ്ങനെ കൊണ്ടുവരികയൊക്കെ ചെയ്യും. അങ്ങനെ അവനെ അവിടെ നിന്നോട് വേഗം വെള്ളമൊക്കെ വാങ്ങി കുടിക്കുന്നുണ്ട്. പിന്നെ സ്കൂളിൽ നടന്ന വിശേഷങ്ങളൊക്കെ അന്നപ്പം തന്നെ പറയും കേട്ടോ. ഞാൻ ചോദിക്കും ഇന്നെന്തായാലും വിശേഷം എന്നൊക്കെ ചോദിക്കും. അങ്ങനെ വേഗം തന്നെ അതൊക്കെ പറയുന്നുണ്ട്. മുട്ടായി കൈ വിട്ടപ്പോൾ ആൾ നല്ല ഹാപ്പിയായി. പിന്നെ മുട്ടായൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് കഴിച്ച് പിന്നെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾ വീട്ടിലൊക്കെ പോയി. അവന് വീട്ടിലെത്തിയവൻ ടിഫിൻ ബോക്സ് തുറന്ന് കാണിച്ചു തരും. അതെന്നും കാണിച്ചു തരും. ഫുഡ് കഴിച്ചാലും ഇല്ലെങ്കിലൊക്കെ കഴിക്കുന്ന ദിവസം നല്ല ഹാപ്പി ആയിട്ടേക്ക് ഓപ്പണാക്കി കാണിച്ചു തരിക. പിന്നെ ബബ്ലുവിൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവനെ ചായയൊക്കെ കുടിപ്പിച്ച് പിന്നെ ഞങ്ങൾ വൈകുന്നേരം അവന് സ്കൂളിലേക്ക് ഓണത്തിനേക്കുള്ള ഡ്രസ്സൊക്കെ വാങ്ങിക്കാനായിട്ട് പോയതാണ്. അങ്ങനെ ഊനുള്ള തുണിയൊക്കെ അവിടെ എടുത്ത് വെച്ച് പിന്നെ മോക്കും ഞാൻ എന്തെങ്കിലും ഒന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു. ഞാൻ അവൾക്ക് തയ്പ്പിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ വിചാരിച്ച മോഡൽ തന്നെ എനിക്ക് ഇവിടുന്ന് കിട്ടി. ഞാൻ ഈ ഒരു മോഡൽ ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചിരുന്നു. എനിക്കിങ്ങനെ തയ്പ്പിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഇവിടെ കണ്ടപ്പോൾ എടുത്ത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഫാൻസിയിൽ പോയി മോൾക്ക് കുറച്ച് വളയൊക്കെ വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബ്രേസ്ലെറ്റ് അവിടെ കണ്ടപ്പം ജസ്റ്റ് ഒന്ന് ഞാൻ ഇട്ട് നോക്കിയതാട്ടോ. നല്ല രസം തോന്നി. പിന്നെ ബബ്ലു അവിടെ നിന്നൊക്കെ വാങ്ങാനായിട്ട് പറയുന്നൊക്കെ ഉണ്ട്. പിന്നെ ഓരോന്നിങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. എനിക്ക് അത് വേണം ഇത് വേണമെന്നൊക്കെ പറഞ്ഞ് ഞാനതൊന്നും മൈൻഡ് ചെയ്തില്ല. പിന്നെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു ജ്യൂസും കുടിച്ച് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്ന് പിന്നെ ഞാനിന്ന് പാലട പായസം ഉണ്ടാക്കിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് കാണിക്കാമെന്ന് വിചാരിച്ചെങ്ങാനാണ് ഈ ഒരു ഡേ മൈ ലൈഫിൽ അതും കൂടി ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചെങ്ങാൻ ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു മിക്സ് നല്ലോണം നോക്കിയാൽ മതി. സദ്യ പാലട മിക്സ് ഇതൊരു ബ്രൗൺ കളറിൽ വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. 200 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ 85 രൂപ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ഇത് വെച്ച് ഞാൻ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ച് ഞാനിവിടെ 1 ലിറ്റർ പാലുമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഈ ഒരു പാലട മിക്സ് ഒരു ബ്രൗൺ കളർ വരുന്നതായിരുന്നു ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പം പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇത് വാങ്ങുമ്പം വൈറ്റ് നോക്കിയിട്ട് വാങ്ങണം എന്നുള്ളത്. ഇത് ശർക്കരയൊക്കെ കൂടിയുള്ളതാണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും പാൽ ഇതിട്ടപ്പോൾ തന്നെ ഇത് ഒന്നായിട്ട് പിരിഞ്ഞു പോയി. പാൽ വേറെ വെള്ളം വേറെ ആയിട്ട് സെപ്പറേറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് നല്ല വിഷമമായിട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് ഇങ്ങനെ ഫ്ലോപ്പായി പോയപ്പം നല്ല വിഷമമായി. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കട്ടോ. ഇത് ശർക്കരയും കൂടി കൂടിയതായിട്ടാണെന്നാണ് തോന്നുന്നത്. പാല് ഡേറ്റ് കഴിഞ്ഞതൊന്നും അല്ലായിരുന്നു. പക്ഷേ പാലിൻ്റെ പ്രശ്നമാണോ എന്ന് ഓർമ്മയില്ല. ഈ ഒരു മിക്സ് ഇതിലിട്ടൊരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കന്നെ ഇത് പെട്ടെന്ന് പിരിഞ്ഞ് പോയിട്ടുണ്ട്. ഇത് ഞാൻ ഈ പാല് നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം കേട്ടോ ഞാൻ ഈ ഒരു പൊടി ഈ ഒരു പാലടൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരുന്നത്. പക്ഷേ എന്നിട്ടും ഇത് പിരിഞ്ഞു പോയി. അപ്പോൾ എനിക്ക് തോന്നുന്നു ശർക്കരയൊക്കെ കൂടി വരുന്നതായതുകൊണ്ട് ശർക്കരയും പാലും കൂടി റെഡി ആവായിട്ടാണെന്നാണ് തോന്നുന്നത് ഇത് പിരിഞ്ഞു പോയത്. പാലടൻ്റെ മിക്സൊക്കെ വാങ്ങുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് വാങ്ങുക. വൈറ്റ് കളറിൽ വരുന്നതാണ് നന്നാവുക. ഇത് ശർക്കരയൊക്കെ വരുന്നതിനോടാണ് ഇത് പാലിന് പിരിഞ്ഞു പോകാൻ കാരണം. അപ്പോൾ ശ്രദ്ധിച്ച് വാങ്ങുക. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ അവസ്ഥ. ഫുള്ള് പിരിഞ്ഞു പോയി. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല. കുറച്ച് വിഷമമൊക്കെ ആയി. ബബിള് കാത്തിക്കായിരുന്നു പായസം കുടിക്കാനായിട്ടൊക്കെ. പിന്നെ അതൊന്നും മൈൻഡാക്കിയില്ല. പിന്നെ ഞാൻ വൈകുന്നേരം ചായ കുടിച്ചിരുന്നു. അതൊന്നും വീഡിയോയിൽ എടുത്തില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ രാത്രി ഫുഡ് കഴിച്ചില്ല. ഞാൻ രാത്രി അങ്ങനെ എന്നൊന്നും ചോറൊന്നും തിന്നൂല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിച്ച് കിടക്കായ. അപ്പോൾ പിന്നെ മക്കളൊക്കെ ഉറങ്ങിയാൽ അതാ ടൈം ഇപ്പം 12 മണിയും കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു ടൈമിൽ ഞാൻ ബുൾസൈ ഉണ്ടാക്കി. ബ്രെഡ് വെച്ചിട്ടുള്ള ബുൾസൈയും അതുപോലെ കോഫി ഉണ്ടാക്കി അത് കുടിച്ച് കിടക്കുക കേട്ടോ ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കേണ്ട. ഇഷ്ടമാവേണ്ടത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.